നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. സ്കൂൾ പ്രവേശനോത്സവം ഉത്സവലഹരിയിൽ. മധ്യവേനൽ അവധിക്കു ശേഷം സ്കൂളുകൾ വീണ്ടും സജീവം. പതിനായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന രാമങ്കരി LP സ്കൂൾ. അറിവിന്റെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. കോടതി കനിഞ്ഞിട്ടും കനിവില്ലാതെ KSKTU. വീട് വെക്കാൻ കോടതി അനുവദിച്ച 10 സെന്റ് നികത്ത് വെട്ടിനിരത്തി കൊടികുത്തിയതായി പരാതി. വടക്കൻ വെളിയനാട്ട് വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും വ്യാപകം. നിർജീവമായി എക്സൈസ്. വാർത്തകൾ വിശദമായി. 2 മാസം നീണ്ടുനിന്ന വേനലവധിക്ക് മംഗളം നേർന്ന വിദ്യാലയങ്ങൾ വീണ്ടും സജീവമായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ചായം പൂശി കുട്ടികളുടെ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങളും വിരിയുന്ന ചിത്ര ചുമരുകളായി തിളങ്ങുകയാണ് പള്ളിക്കൂടങ്ങൾ. പുത്തനുടുപ്പും ബാഗും ഷൂസും അണിഞ്ഞെത്തിയ 12,000-ലധികം കുരുന്നുകളാണ് ആലപ്പുഴയിലെ വിവിധ സ്കൂളുകളിലേക്ക് ഒഴുകിയെത്തിയത്. നവാഗതരായ കുരുന്നുകൾക്ക് സ്വാഗതമരുളുവാൻ മധുര വിതരണവും കൊടിതോരണങ്ങളും വർണ്ണ ബലൂണും ഒരുക്കാൻ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും മത്സരിക്കുകയായിരുന്നു. മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ പ്രവേശനോത്സവം കണ്ടങ്കരി ദേവിവിലാസം ഹൈസ്കൂളിൽ നടന്നു. കഴിഞ്ഞ അധ്യയന വർഷം SSLCക്ക് DVHS 100% വിജയം കൊയ്തിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉപജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകൻ പറയുന്നത് 5-ാം തീയതി മുതലേ മഴയുണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്നും കാണുന്നതാണ്, എന്ന് സ്കൂൾ തുറക്കുന്നോ അന്ന് മഴ പെയ്യാനുള്ളത് ഒരു നിത്യസംഭവമായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയോ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ നിരീക്ഷണം എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കൂള് തുറന്നാൽ ആ സ്കൂളിനെ എതിരെ നിൽക്കുവാൻ നമ്മളുടെ കാലവർഷം കടന്നു വരുമെന്നുള്ള നിമിഷവും ആവർത്തിക്കും. ഇതുപോലെ നമ്മൾ സ്കൂളിൽ കടന്നു നമ്മൾ കേന്ദ്രമായി പറഞ്ഞിരിക്കുന്നത് ഒറ്റ കരയുന്ന ഒരു കുട്ടിയെ പോലെ. ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ TG ജലജകുമാരി അധ്യക്ഷയായി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി, കണ്ടങ്കരിക്കാവ് ദേവസ്വം പ്രസിഡന്റ് R തുളസീദാസ്, ജോപ്പൻ ജോയി വാരിക്കാട്, കുഞ്ഞമ്മ ജോസഫ്, പ്രഥമാധ്യാപിക P ശ്രീജാദേവി തുടങ്ങിയവർ സംസാരിച്ചു. വൈശ്യംഭാഗം ഗവൺമെന്റ് LPSൽ നടന്ന പ്രവേശനോത്സവത്തിൽ വാർഡ് മെമ്പർ മിനി മന്മഥൻ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് AV മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും യൂണിഫോമും ബിജി സോണി വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക വിജയലക്ഷ്മി, KR പ്രീത, J ജിജിമോൾ, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ആളുകൾ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ചെറിയ സ്കൂളാണെന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും ആർക്കും വേണ്ട. ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല ശിക്ഷണവും നല്ല വിദ്യാഭ്യാസവും നമ്മുടെ ഭാവി സുരക്ഷിതമായ കരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് മുഴുവൻ കുട്ടികളും നമ്മുടെയൊക്കെ ദൗത്യം പഠനമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു ആർജവം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. PTA പ്രസിഡന്റ് KC ശ്രീകുമാർ അധ്യക്ഷനായി. തുടർന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തോമസ് സേവ്യർ, PJ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. രാമങ്കരി ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി നിറവിൽ. സ്കൂളുകൾ അപ്രാപ്യവും അക്ഷരാഭ്യാസം അസാധ്യവുമായിരുന്ന കാലത്ത് കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അക്ഷരത്തിന്റെ അറിവ് പകർന്ന വിദ്യാലയമാണ് രാമങ്കരി LP സ്കൂൾ. കുട്ടനാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരെ വാർത്തെടുക്കുന്നതിൽ സ്കൂൾ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. മുൻ വർഷത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് പ്രഥമാധ്യാപിക VU എൽസമ്മ പറഞ്ഞു.
ഈ വിദ്യാലയം ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ മുൻപ് 33 വർഷം മുമ്പ് സ്ഥാപിതമായതാണ്. അന്നത്തെ കാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാൻ യാതൊരു സൗകര്യവും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ ഈ വിദ്യാലയം നിൽക്കുന്നതിന്റെ സമീപ പ്രദേശത്തുള്ള ഏതാനും വീട്ടുകാരുടെ സഹകരണത്തോടെയാണ് അവർ സ്ഥലം നൽകിയിട്ടാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. ആദ്യം ഒരു ഓല ഷെഡിലായിരുന്നു വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് ക്രമേണ പ്രാദേശികമായ ഭരണകൂടത്തിന്റെയൊക്കെ സഹകരണത്തോടുകൂടി വിദ്യാലയത്തിന് അതിന്റെ കെട്ടിലും പാവത്തിലൊക്കെ മാറ്റം വന്നു. ക്രമേണ ധാരാളം കുട്ടികൾ, അതായത് ക്ലാസ് റൂമിൽ ഇരിക്കാനായിട്ട് ഇടയില്ലാതെ ബെഞ്ചുകളിൽ അല്പം ഇരിക്കാനായിട്ടൊരു ഇടയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം തള്ളി നീക്കിയിരുന്നൊരു കാലഘട്ടമായിരുന്നു ഇതിന്റെ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഇതിന്റെ അവസ്ഥ, അതായത് പൊതുവെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നു. കാലത്തിന്റെ മാറ്റം, ജനങ്ങൾ എന്തിന്റെയൊക്കെ പിന്നാലെ പരക്കം പായുന്നു. അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ്. അതിനാലാവണം ഇപ്പോൾ പൊതുവെ സ്കൂളുകളിലെ ഗവൺമെന്റ് മേഖലകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിനൊരു വ്യത്യാസം വന്നു തുടങ്ങിയതായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ഈ സ്കൂളിന്റെ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം മാറ്റമുണ്ട്. കുട്ടികൾ കൂടുതലായിട്ട് എത്തി തുടങ്ങി ഈ സ്കൂളിലേക്ക്, ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. മധുര പലഹാരങ്ങളും പൂച്ചെണ്ടുകളും നൽകിയാണ് വിദ്യാർത്ഥികൾ നവാഗതരെ സ്വാഗതം ചെയ്തത്. സ്കൂൾ മാനേജർ ആലിസ് നാരകത്ര പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ 3 കുട്ടികൾ ഈ സെന്റ് തോമസ് സ്കൂളിന്റെ അഭിമാനെ വളർത്തുവാൻ വലുതാക്കുവാൻ ഇവിടെ ആയിരിക്കുകയാണ്. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലീന അധ്യക്ഷയായി. ത്രേസ്യാമ്മ ടീച്ചർ, PTA പ്രസിഡന്റ് KC ജോസ്, വൈസ് പ്രസിഡന്റ് സന്തോഷ് ജോർജ്, MPTA പ്രതിനിധി സോഫിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. 60ഓളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് ഇത്തവണ എത്തിയത്. രാമങ്കരി ഗവൺമെന്റ് LP സ്കൂൾ 100ന്റെ നിറവിൽ. രാമങ്കരി, വെളിയനാട്, മണലാടി, മാമ്പുഴക്കരി, വേഴപ്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന വിദ്യാലയമാണ് ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി നിർവഹിച്ചു. ഇരുന്ന് സ്ഥലമില്ലാതെ പഠിച്ച കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, ലോകം മാറി, ഭാഷ മാറി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ആളുകൾ കടന്നുപോകുവാൻ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും കിഴക്കൻ പൂർവേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയി മനുഷ്യൻ പണമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയ ആളുകൾ മറ്റു മാർഗങ്ങൾ തേടുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. CBSE സ്കൂളുകളിലേക്ക് ഉള്ള പലായനമാണ് ഇന്ന്. ഏതാനും ഇവിടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ പാവപ്പെട്ട ഏതാനും വിദ്യാർത്ഥികൾ മാത്രം ബാക്കി വെച്ച്